സിൻഡിക്കേറ്റ് യോഗം ചേരാനാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല വിസി ഡോക്ടർ ശിവപ്രസാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നു. യോഗം മാറ്റിവെക്കേണ്ടി വരുന്നത് സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും ഹർജിയിൽ. അഹമ്മദ് മുജ്തബ വിശദാംശം നൽകും. മുജ്തബ, എന്താണ് KTUവിൽ സംഭവിക്കുന്നത്? ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിയുമായി വിസി പോകേണ്ടി വന്ന സാഹചര്യം എന്താണ്? സൈഫുദ്ദീൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവിധങ്ങളായ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. പ്രത്യേകിച്ച് ശിവപ്രസാദിനെ VC ആക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായി തന്നെ ഒരു രാഷ്ട്രീയ വിരോധമുണ്ട്. അതുകൊണ്ടാണ് ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി പങ്കെടുക്കേണ്ട 2 മുതൽ 4 വരെയുള്ള കക്ഷികൾ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ, അതോടൊപ്പം തന്നെ ഫിനാൻസ് വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും സെക്രട്ടറിമാർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അത് കാരണം യോഗം ചേരാൻ കഴിയാതെ, പ്രത്യേകിച്ച് കോറം തികയാനാവാത്തതിനാൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും അങ്ങനെ പെൻഡിംഗ് ആണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഇതുവരെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചേരുന്ന യോഗത്തിൽ ഇവർ പങ്കെടുക്കാത്തത് കാരണം യോഗം മാറ്റിവെക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 13-ന് 66ാമത് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നു. പല കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് സാലറിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ പെൻഡിംഗ് ആണ്. അതുകൊണ്ട് വിഷയത്തിൽ ഇവരിങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല. കോടതി ഇടപെട്ട് ഇവരോട് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയുന്നില്ല. പർപ്പസ്ഫുള്ളി രാഷ്ട്രീയപരമായ ചില വിരോധം കാരണം യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഇവരുടെ അഭാവം കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് കോടതി ഇടപെട്ട് കൃത്യമായി ഒരു നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. ശരി മുജ്തബ.